ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വല്യമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിന്ന് ഇവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനിത് ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടിയാണ് എടുത്ത് വെച്ചത്. ഇനി മിക്സീൻ്റെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം അല്ലെങ്കിൽ വലിയ ജീരകം അതിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഗ്രാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കായ്. ഇനി അതിലേക്ക് 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും എൻ്റെ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. ഇനി ഞാനിത് നന്നാക്കി ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഈ എടുത്ത് വെച്ച അരിപ്പൊടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഫുള്ളും ഇനി അരിപ്പൊടിയിലേക്ക് മാറ്റി കൊടുത്ത് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം ഗരം മസാലപ്പൊടി, ഉപ്പ് പൊടി എല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണത്. നന്നാക്കി മിക്സാക്കി എടുക്കണം. ഇത് നല്ല അടിപൊളിയുള്ളൊരു പലഹാരമാണ്. 4 മണി പലഹാരമാക്കി എടുക്കുക, എല്ലാം ചെയ്യുക. നല്ലൊരു സോഫ്റ്റായിട്ടുള്ള പലഹാരമാണിത്. നല്ല ടേസ്റ്റ്, നല്ല രുചിയുണ്ടാവും. എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ എളുപ്പമുള്ളൊരു പണിയാണിത്. ഇനി ഇത് നന്നാക്കി ഞാനൊരു കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം തിളച്ച് വന്നിട്ട് അതൊന്ന് ഓഫാക്കി ഇടണം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ലേശം തിളച്ച കടുപ്പം പോക്കണം. എന്നിട്ട് ആ വെള്ളം ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം വെന്ത് പോർത് വെള്ളം പാർന്നിട്ട് കുറഞ്ഞൊരു ചൂട് എന്ന് വെച്ചാൽ നല്ലോണം തിളക്കണ്ട. തിളച്ച് പോയതാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 1 ഗ്ലാസ്സോളം പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നാൽ പൊടി വെന്ത് പോവുകയില്ല. വെന്ത് പോയാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും. ഇനി നന്നാക്കി വെള്ളം പാർന്ന് നന്നാക്കി കുഴച്ചെടുക്കണം. പൊടി നല്ലോണം വെന്ത് പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടായില്ല. വെന്ത് പോയാൽ ടേസ്റ്റ് കുറഞ്ഞു. അതാണ് പൊടി വേർതെന്ന് പറയുന്നത്. ഒരു പാകത്തിലുള്ള പൊടിയായിരിക്കണം. പിന്നെ പറ്റിയിട്ട് കൈ കൊണ്ട് നമുക്കൊന്നും പരത്താനൊന്നും കഴിയില്ല. പൊടി നല്ലോണം വെള്ളം തിളച്ച് ഇതായാൽ ഇല്ലേ പിന്നെ പൊടി അടുപ്പത്തിട്ട് കളരിയെടുക്കണം. ഇതിനത് പറ്റൂല. പൊടി അടുപ്പത്തിട്ട് കളരിയെടുക്കാൻ പറ്റൂല. ഇത് വെള്ളം തന്നെ പാർന്ന് കുഴക്കണം. ഗരം മസാല എല്ലാ മസാലപ്പൊടികളും എല്ലാം ചിരവകളൊക്കെ ചേർത്തുന്നതിനെ കൊണ്ട് അങ്ങനെ അടുപ്പത്തിട്ട് കളരാൻ പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ തന്നെ കളരിയെടുക്കണം. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നാക്കി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കുകയും വേണം. നന്നാക്കി ഇതൊന്ന് കളരിയെടുക്കുക. നന്നാക്കി ഞാൻ ഈ മിക്സീൻ്റെ ജാറൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നാക്കി അതിലേക്ക് കഴുകി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങൻ്റെതൊക്കെ ആയി കിടന്നതിന് അതുകൊണ്ടാണത്. നല്ലൊരു ടേസ്റ്റുള്ള പലഹാരമാണിത്. കുറച്ച് നല്ലോണം തേങ്ങയും ജീരകമൊക്കെ കൂട്ടുകയെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണിത്. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയുള്ളിയും ചേർത്തിക്കില്ല. ചെറിയുള്ളി ചേർത്താൽ എൻ്റെ മക്കൾക്ക് അത്ര ഇഷ്ടമല്ല, ടേസ്റ്റ് പിടിക്കൂല. ചെറിയുള്ളി ചേർത്താൽ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ മക്കൾക്കത് അത്ര ഇഷ്ടം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ചേർത്താണ്ടായിപ്പോയത്. ഇനി ഇത് നല്ലോണം കുഴച്ച് വന്നിട്ടുണ്ട്. റെഡിയായി കുഴച്ച് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നാക്കി കൈ കൊണ്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പേരാണ് വളയപ്പം എന്ന് പറയുക. നമുക്ക് വള പോലാണ് ഇത് ഉണ്ടാക്കുക, വളയപ്പം. ഇനി ഞാനിത് ചീനച്ചട്ടി ഗ്യാസ് മേൽ വെച്ചൊന്ന് ഗ്യാസ് ഓണാക്കി കൊടുക്കുന്നുണ്ട്.
ഗ്യാസ് ഓണാക്കിയതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആണ് നല്ല ടേസ്റ്റ് കിട്ടുക ഓയിലിനേക്കാണി. ഓയിൽ നിങ്ങൾക്ക് എന്ത് ഇഷ്ടമുള്ള ഓയിലാണെന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കുക. എന്ത് ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നാക്കി ഒന്ന് കയ്യിൻ്റെ അടിയിലിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയെടുക്കണം. നീളത്തിൽ ഉരുട്ടിയിട്ടിട്ട് ഇതിങ്ങനെ ഒരു വള പോലെ ആക്കിയെടുക്കുക. വള പോലെ ആക്കിയെടുത്തതിന് ശേഷം നമ്മൾ എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റും നല്ല ഞെരിച്ചലും ഉണ്ടാവും. നല്ല സോഫ്റ്റ്, ഉള്ളിൽ നല്ല പദം ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് ഇത് തിന്നാൻ. ഇതിങ്ങനെ അല്ലാണ്ട് വെറും തേങ്ങയും ഇത് മസാലകളൊന്നും ചേർത്താണ്ട് വളയപ്പം വേറെ ഉണ്ടാക്കുക, വേറൊരു രീതിയിൽ ഉണ്ടാക്കുക. അത് ഞാൻ പിന്നെ കാണിച്ചു തരുന്നുണ്ട്, വേറൊരു വീഡിയോയിൽ ഇട്ട് തരുന്നുണ്ട്. ഇതിങ്ങനെ ഞാൻ മസാലകളെല്ലാം ചേർത്തിട്ടുള്ളത് മസാല വളയപ്പം എന്നതിൻ്റെ പേര്. മസാല എല്ലാം ഇട്ടിട്ടുള്ള വളയപ്പമാണ്. ഇനിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നാക്കി ഇങ്ങനെ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ചെറിയ ചീനച്ചട്ടി എടുക്കുന്ന കുറഞ്ഞ എണ്ണയിൽ കുറച്ച് പൊരിച്ചെടുക്കാമല്ലോ. വലിയത് വെക്കുമ്പം കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് കുറഞ്ഞ എണ്ണയിൽ പൊരിച്ചെടുക്കാം. പിന്നെ നമുക്ക് ആ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് കുറേശ്ശെ വെളിച്ചെണ്ണ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. മുരിഞ്ഞ് വരുന്നതിന് ശേഷം നമുക്ക് നന്നാക്കി ഒന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണ്. ഇത് സ്നാക്സിനോ എന്തിനു വേണമെങ്കിലും നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ഉണ്ടാക്കുക. വിരുന്നുകാർ വന്നാലും ഇതൊരു ഷേപ്പാക്കി ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യുക. ഇത് മസാല വളയപ്പം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മസാലകളെല്ലാം കൂട്ടിയിട്ടുള്ളത് കൊണ്ടാണ് മസാല വളയപ്പം എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്ക് 4 മണിക്കൊക്കെ എല്ലാം ചായക്കൊക്കെ നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു പലഹാരമാണിത്. നല്ല ഞെരിച്ചലും ഉണ്ടാവും. നല്ല സോഫ്റ്റും ആയിരിക്കും. ഇതൊക്കെ ഞാൻ ഓരോന്നോരോന്നാക്കി കോരി എടുക്കുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റിൽ വിവരങ്ങൾ അറിയിക്കുക. ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് ഞാനിത് കുറച്ച് സോസ് ഉണ്ടായിരുന്നു, സോസും എടുത്തിട്ടുണ്ട്. സോസും കൂട്ടിയാണ് ഇത് തിന്ന്. ഞാനിത് സോസ്